മക്കളെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 15th ക്വസ്റ്റ്യൻ നോക്കൂ. നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ നോക്കൂ. അതായത് മെട്രിക്സ് ആണ്. മെട്രിക്സ് കഴിഞ്ഞിട്ട് നമുക്ക് തുടക്കം കണ്ടാൽ ക്വസ്റ്റ്യൻ കണ്ടാൽ മനസ്സിലാവുന്നത് മെട്രിക്സ് ആണെന്നാണ്. പക്ഷെ അങ്ങോട്ട് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും മീൻ ആൻഡ് വാരിയൻസ് ഓഫ് ദ റാൻഡം വേരിയബിൾ എക്സ് ആണ്. അതായത് പ്രോബബിലിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററും കൂടി നമുക്ക് അതിൻ്റെ അകത്ത് നമ്മൾ പരിചയപ്പെടേണ്ടതുണ്ട്, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എ ഈസ് ഈക്വൽ ടു മെട്രിക്സ് AIJ മെട്രിക്സ് സച്ച് ദാറ്റ് അല്ലെ. അപ്പൊ ഈ എ എന്ന് പറയുന്ന ഒരു മെട്രിക്സിൽ 4 എലമെന്റ്സ് ആണ്. 2x2 ആണ്. ക്വസ്റ്റ്യനിൽ പറഞ്ഞു നോക്കുക. AIJ ഈസ് ഈക്വൽ ടു സെറ്റ് 0,1 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് അതിൽ ഓരോ എലമെന്റ്സും 0യോ അല്ലെങ്കിൽ -1 വരാൻ പാടുള്ളൂ എന്നാണ്. അപ്പൊ നമുക്ക് ഇവിടുന്ന് തന്നെ ഒരു കാര്യം മനസ്സിലാക്കാം. ഓരോ എലമെന്റും 0യോ 1ഓ ആണെങ്കിൽ അക്കോർഡിംഗ് അത് എന്താണ്? അറേഞ്ച്മെന്റ് ആണ്. അതൊരു പെർമ്യൂട്ടേഷൻ എന്ന് പറയുന്ന സംഭവമാണ്. ഫസ്റ്റ് എലമെന്റ് ക്യാൻ ബി ഫിൽഡ് ഇൻ 2 ഡിഫറെന്റ് വേസ്. ഫസ്റ്റ് എലമെന്റ് എന്തൊക്കെയാവാം? 0 വരാം, അല്ലെങ്കിൽ 1 വരാം. എലമെന്റ്സ് റിപ്പീറ്റ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ? ഇല്ല. അപ്പൊ രണ്ടാമത്തെ എലമെന്റും എന്തൊക്കെയാവാം? 0 ആവാം, അല്ലെങ്കിൽ 1 ആവാം. മൂന്നാമത്തെ എലമെന്റും 0 ആവാം, അല്ലെങ്കിൽ 1 ആവാം. നാലാമത്തെ എലമെന്റും 0 ആവാം, അല്ലെങ്കിൽ 1 ആവാം. അതായത് അക്കോർഡിംഗ് ടു മൾട്ടിപ്ലിക്കേഷൻ തിയറം നമ്മൾ നോക്കിയാൽ മതി. അതായത് 2 × 2 × 2 × 2, അതായത് 2⁴ പോസിബിൾ മെട്രിസസ് ആണ് നമ്മളെ കയ്യിലുണ്ടാവുക. ഈച്ച് എലമെന്റ് 0 or 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2⁴ പോസിബിൾ മെട്രിസസ് നമുക്ക് എടുക്കാൻ പറ്റും. 2⁴ is 16. ഓക്കെ, ഇതാദ്യം മനസ്സിലാക്കി വെച്ചു. ലെറ്റ് the random variable x denote the possible values of the determinant of the matrix A. നോക്കുക, ഈ മെട്രിക്സിലെ എലമെന്റ് 0യും 1ഉമാണ്. റാൻഡം വാരിയബിൾ എക്സ് എന്താണ് ഡിനോട്ട് ചെയ്യുന്നത്? ഡിനോട്ട് ദ പോസിബിൾ വാല്യൂസ് ഓഫ് ദ ഡിറ്റർമിനന്റ് എ. ദ പോസിബിൾ വാല്യൂസ് ഓഫ് ഡിറ്റർമിനന്റ് എ. അപ്പൊ നമുക്ക് ആ എ എന്ന് പറയുന്ന ഒരു മെട്രിക്സിലെ എലമെന്റ്സ് 0 അല്ലെങ്കിൽ 1 ആവാൻ പാടുള്ളൂ. അങ്ങനെയാണെങ്കിൽ അത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന, അതായത് ഡിറ്റർമിനന്റിന്റെ പോസിബിൾ വാല്യൂസ് ഏതൊക്കെയാണോ അതാണ് എക്സ് എന്ന് പറയുന്ന റാൻഡം വാരിയബിൾ ആയിട്ട് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ ആക്ച്വലി അത് 0യും 1ഉം ആയതുകൊണ്ട് അത് എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ 0 വരാം, 1 വരാം, -1 വരാം. എങ്ങനെയാ -1 വരുന്നത്? -1 വരുന്ന കേസും ഉണ്ടാവും. 1 0 1 1. ഇതിന്റെ എലമെന്റിന്റെ സമ്മ് -1 ആണ്. ഓക്കെ, അപ്പോൾ അത് ഡിറ്റർമിനന്റിന്റെ വാല്യൂസ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് എന്തൊക്കെ വരാം? -1 വരാം, -1 വരാം, അതുപോലെ തന്നെ 1 വരാം, അതുപോലെ തന്നെ എന്ത് വരാം? 0 വരാം. ഇത്രയും വാല്യൂസ് അല്ലേ ആ 0യും 1ഉം വെച്ചുണ്ടാക്കുന്ന മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് വാല്യൂസ് വരാൻ സാധ്യതയുള്ളത്. -1ഉം 0യും 1ഉം അല്ലേ. ഇനി നിങ്ങൾ നോക്കൂ, ഇതിൽ ഓരോന്നും എത്ര തവണയുണ്ട് എന്ന് നമുക്ക് നോക്കണ്ടേ അല്ലേ. ടോട്ടൽ നമ്പർ ഓഫ് ഫേവറബിൾ കേസസ് 16 ആണ്. അപ്പോൾ ഓരോന്നിന്റെയും പ്രോബബിലിറ്റി എടുക്കുന്ന സമയത്ത് P(xi) എന്നെടുക്കുമ്പോൾ എക്സിന്റെ വാല്യൂ -1. എന്താണ് -1? ആ ഡിറ്റർമിനന്റിന്റെ എക്സ്പാൻഷൻ ആണ് -1. അങ്ങനെയാണെങ്കിൽ -1 എത്ര വിധത്തിൽ ഉണ്ട് എന്നൊന്ന് നമ്മൾ നോക്കിക്കോളൂ. എങ്ങനെയൊക്കെയാണത് -1 വരിക എന്ന് നോക്കണം. 0 0 ഡയഗണൽ എലമെന്റ്സ് 0യും നോൺ ഡയഗണൽ എലമെന്റ്സിന്റെ പ്രോഡക്റ്റ് 1ഉം വരണം. ഡയഗണൽ എലമെന്റ്സ് 0യും നോൺ ഡയഗണൽ എലമെന്റ്സിന്റെ പ്രോഡക്റ്റ് 1ഉം ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പൊ നോക്കൂ, ഇത് എന്താണ്?
-1 ആണ് ഈ ഡിറ്റർമിനന്റിന്റെ വാല്യൂ എന്ന് പറയുന്നത്. അല്ലേ? 0 1 1 1 ഇതും എന്താണ്? -1 ആണ് അതിന്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. നോക്കണം, നമ്മൾ ഓരോ എലമെന്റും 0 അല്ലെങ്കിൽ 1 മാത്രമേ ഉപയോഗിക്കാൻ പാടുകയുള്ളൂ കേട്ടോ. അടുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 1 1 1 0 ഇതിന്റെയും പ്രോഡക്റ്റ്, ആ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് വാല്യൂവിന്റെ പ്രോഡക്റ്റ് -1 ആണ്. 3 കേസുകളെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി 1 വരുന്ന കേസുകൾ എന്തൊക്കെയായിരിക്കും? അപ്പം 1 വരുന്ന കേസുകൾ എന്തൊക്കെയായിരിക്കും? ഇവിടെ 1 1 0 0 അല്ലേ? 1 വരുന്ന കേസുകൾ കേട്ടോ. 0 1 0 0 അത് 1 അല്ലല്ലോ. 1 1 0 0 കൊടുത്തു. സോറി, 1 1 0 0 കൊടുത്തു. അവിടെ പ്രോഡക്റ്റ് 1 ആണ്. മെട്രിക്സിന്റെ പ്രോഡക്റ്റ് 1 ആവണം. 1 1 1 0 ആ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് എടുത്ത് നോക്കൂ. 1 1 0 1 ആവും. അടുത്തതോ 1 1 1 0 അതിൻ്റെയും പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഡിറ്റർമിനന്റ് എക്സ്പാൻഷൻ 1 ആണ്. അപ്പൊ 1 വരുന്ന എത്ര കേസ് ഉണ്ട്? 3 കേസ്. അപ്പം 1 വരാനുള്ള പ്രോബബിലിറ്റി എന്താ? 3/16. -1 വരാനുള്ള പ്രോബബിലിറ്റി എന്താ? അതും എന്തുതന്നെയാണ്? 3/16 ആണ്. അങ്ങനെയാണെങ്കിൽ മറ്റേതെന്താ? 13 10/16 വരും. ബാക്കി എല്ലാ ഡിറ്റർമിനന്റ് വാല്യൂവും എന്തായിരിക്കും? 0 ആയിരിക്കും. -1 1 1 വരുന്ന കേസ് നമ്മൾ എഴുതി, 0 വരുന്ന കേസ് നമ്മൾ എഴുതി. സോറി, -1 വരുന്ന -1 വരാലോ ഡിറ്റർമിനന്റ് വാല്യൂ. ഓക്കെ, 0 വരുന്ന കേസുകൾ ബാക്കി 10 ഉണ്ടാവും. ഓക്കെ, ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്? വാരിയൻസ് കണ്ടുപിടിക്കണം. വാരിയൻസ് കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം എന്താ കണ്ടുപിടിക്കേണ്ടത്? മീൻ കണ്ടുപിടിക്കണം. എങ്ങനെയാ മീൻ കണ്ടുപിടിക്കുക? വളരെ സിമ്പിൾ ആണ്. -1 ഇൻറ്റു -1 3/16 പ്ലസ് -1 ഇൻറ്റു 3/16 പ്ലസ് 1 ഇൻറ്റു 3/16 പ്ലസ് 0 ഇൻറ്റു എന്താണ്? 10/16. മീൻ ഈസ് 0. മീൻ എന്ത് കിട്ടി? 0 കിട്ടി. ഇനി വാട്ട് ഈസ് വാരിയൻസ് ഓഫ് എക്സ്? എങ്ങനെയാണ് വാരിയൻസ് ഓഫ് എക്സ് നമ്മൾ കണ്ടുപിടിക്കുക? അല്ലെ, വാരിയൻസ് ഓഫ് എക്സ് എങ്ങനെ കണ്ടുപിടിക്കും? പറ. വാരിയൻസ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സിഗ്മ PI സ്ക്വയർ മൈനസ് മീൻ സ്ക്വയർ. അപ്പോ അടുത്ത കോളത്തിൽ എഴുതേണ്ടത് PI സ്ക്വയർ ആണ്. അപ്പൊ ഇത് PI നമ്മൾ എഴുതി കഴിഞ്ഞു. അടുത്ത PI സ്ക്വയർ. ആദ്യത്തെ PI എന്താ? PI പ്രോബബിലിറ്റി 3/16 ഇൻറ്റു 1 സ്ക്വയർ. 1 സ്ക്വയർ 1 തന്നെ. അപ്പൊ 3/16. അടുത്തതോ 3/16 ഇൻറ്റു 1 സ്ക്വയർ 1 തന്നെ. അപ്പൊ എന്താണ്? 3/16. മറ്റേതെന്താ? 0. അപ്പൊ വാരിയൻസ് എന്ന് പറയുമ്പോൾ എന്തായി? സിഗ്മ 3/16 പ്ലസ് 3/16 സിഗ്മ PI സ്ക്വയർ. 6/16 എന്താ? 3/8. 6/16 എന്താ? 3/8 ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 3/8 സിഗ്മ പി. ഓക്കെ, 3/8 മൈനസ്
3/8 മൈനസ് മീൻ 0 ആണ്. അപ്പോൾ 3/8. വാരിയൻസ് അല്ലേ കണ്ടുപിടിക്കേണ്ടത്? 3/8. അപ്പം അങ്ങനത്തെ ആദ്യത്തെ 16 ഡിറ്റർമിനൻ്റ് ഉണ്ടാവുമെന്ന് മനസ്സിലാക്കണം. അതിൽ എന്തൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? അതിൽ ഡിറ്റർമിനൻ്റ് വാല്യൂ, ആ മെട്രിക്സ് ഉണ്ടായി കഴിഞ്ഞാൽ ഡിറ്റർമിനൻ്റ് വാല്യൂ വരിക -1 1 എന്താണ് 0 ആണെന്ന് മനസ്സിലാക്കുക. എന്നിട്ട് ഓരോന്നും എത്ര കേസ് ഉണ്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക, ടേബിൾ ഫോമിലാക്കുക, മീനും വാല്യൂസ് കണ്ടുപിടിക്കുക.